ഹായ്. ഹായ് ഓൾ. നമ്മൾ ഇന്ന് ക്രിങ്കില് തെറാപ്പി റിലേറ്റഡ് ആയിട്ട് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ പറയാണ്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് ക്രിങ്കിൻ്റെ ലീഡ് R&D സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അലീറ്റയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തെറാപ്പി നീഡാണോ എന്ന് നമ്മളെങ്ങനെ അറിയുക? ഇപ്പം ജനറലി ഇപ്പം ആൾക്കാർക്ക് ഇപ്പം നമുക്ക് എന്താ പറയുക, ഓവർ ദ ടൈം കുറേ കാര്യങ്ങൾ ഇവൻറ്റ്സ് ഒക്കെ നടക്കുകയാണ് ലൈഫിൽ. സോ ദെൻ ദോസ് ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ തിങ്സ് ആർ നോട്ട് ഗോയിങ് സ്മൂത്ത്ലി. ലൈക്ക് പല കാര്യങ്ങളും അത് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. മേ ബി വർക്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മേ ബി വീട്ടിലും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓവർ ദ ടൈം ഒരു പാറ്റേൺ നമുക്ക് തോന്നുമ്പോൾ അത് ഓക്കെ, ഐ നീഡ് ടു സീക്ക് ഹെൽപ്പ് എന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തോന്നുക നമ്മുടെ മൂഡിൽ തന്നെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട് ഓവർ ദ ടൈം. ഡ്യൂ ടു അത് ഫാക്ടേഴ്സ് കാരണമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ജനറലി യുവർ ഫീലിംഗ് ഭയങ്കര എന്താ പറയുക ഡിസ്റ്റർബ്ഡ് ആയിട്ട്. അതിപ്പോൾ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അത് മാറണില്ല. മേ ബി അപ്പം നമുക്ക് തോന്നും, ഓക്കെ മേ ബി ഐ നീഡ് ടു സീക്ക് ഹെൽപ്പ്, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ. അല്ലെങ്കിൽ മേ ബി നമ്മുടെ ലവ്ഡ് വൺസ് തന്നെ നമ്മളോട് പറയുമായിരിക്കും, ഓക്കെ എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, സംതിങ് നീഡ്സ് ടു ബി ചേഞ്ച്ഡ് ഹിയർ, ഐ ഡോണ്ട് സാധാരണ പോലെ ഇങ്ങനെ അല്ലല്ലോ. അങ്ങനെയൊക്കെ പറയുമ്പോഴും മേ ബി വി ഫീൽ ദാറ്റ് ദെയർ ഈസ് എ നീഡ് ടു സീക്ക് ഹെൽപ്പ്. ആൾക്കാർ കൂടുതൽ പറയുന്ന പ്രശ്നമാണ് എന്താ, ഹസ്ബൻഡ് പറയും നീ മുന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ. അതേപോലെ തന്നെ വൈഫ് ഹസ്ബൻഡിനോട് പറയും നിങ്ങളിപ്പോൾ മുന്നത്തെ പോലെ അല്ലല്ലോ പെരുമാറുന്നത്, എന്താ എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി CBT എന്ന് പറയുന്നത് അത് എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ആവുക? സോ CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുമ്പോൾ അതൊരു ഫോം ഓഫ് തെറാപ്യൂട്ടിക് അപ്രോച്ചാണ്. സോ ഇപ്പം പല പ്രൊഫഷണൽസും ഇതിൽ ട്രെയിനിങ് എടുത്ത് ഇതൊരു എവിഡൻസ് ബേസ്ഡ് തെറാപ്പിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുറേ വർഷങ്ങളായി ഇതിൽ റിസർച്ച് നടത്തി എന്താ പറയുക, അതിൽ തന്നെ ട്രെയിനിങ് എടുത്ത് ചെയ്തവർക്ക് CBT യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം CBTയുടെ ഒരു വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കൺസേൺ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു തോട്ട്സ് ഉണ്ടാവും, ഫീലിങ്സ്. നമുക്കൊക്കെ മനുഷ്യന്മാർക്ക് തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. അത് ഇൻ്റർലിങ്ക്ഡ് ആണ്, അത് ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ ഒരു കാര്യം നമ്മൾ അറിഞ്ഞപ്പോൾ ത്രൂ സെഷൻസ്, ത്രൂ CBT നമ്മൾ ഓരോ തോട്ട്സും ഇമോഷൻസും നമ്മൾ അസസ് ചെയ്യും. ലൈക്ക് ഇങ്ങനെ സംസാരിച്ച് ത്രൂ എക്സ്പ്ലോറേഷൻ, അങ്ങനെ അതൊരു വലിയൊരു ഇതായിട്ടൊന്നും അല്ല, പക്ഷെ ത്രൂ എക്സ്പ്ലോറേഷൻ ജെൻറ്റ്ലി നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോയിട്ട് വി വിൽ അണ്ടർസ്റ്റാൻഡ് ഇതിൻ്റെ ഒരു അണ്ടർലൈൻ കോസ് എന്താ, അണ്ടർലൈൻ തോട്ട്സ് എന്താ, അത് ചാലഞ്ച് ചെയ്യാൻ നോക്കും. ടു സീ വാട്ട് വിൽ വർക്ക്, എന്താ അത്, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് കൊണ്ടുവരാൻ നോക്കും CBT. ഓക്കെ, അടുത്തതായിട്ട് വൈ ഷുഡ് വി സീക്ക് ഹെൽപ്പ് ഇൻ തെറാപ്പി? വൈ ഷുഡ് ബി സീക്ക് ഹെൽപ്പ്? നമ്മൾ കുറേ കാര്യങ്ങൾ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മളത് നേരത്തെ തന്നെ വി ഫിഗർ ഔട്ട്, ഓക്കെ സംതിങ് ഈസ് റോങ്, എന്തോ എനിക്കത്ര സുഖമാവണില്ല, ഇതെനിക്കൊന്ന് സംസാരിച്ചാൽ ആരെങ്കിലോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് അപ്പം തന്നെ ആ മൊമെൻറ്റിൽ തോന്നി. വി സ്റ്റാർട്ട് സീക്കിംഗ് ഹെൽപ്പ്. മേ ബി ഓവർ ദ ടൈം അത് വേറെ ഏരിയാസിൽ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കും. സോ ദാറ്റ്സ് വൺ ബെനിഫിറ്റ്. സോ ദാറ്റ് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കണു, സംസാരിക്കണു, കാര്യങ്ങൾ സോർട്ട് ആവുന്നു. സോ ദാറ്റ് അത് സിവിയർ ആവുന്നേക്കാളും മുന്നേ നമ്മളത് ഡീൽ ചെയ്യണം. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഒബ്വിയസ്ലി വി ആർ സോഷ്യൽ ബീങ്സ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കല്ല, വി ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ അലോങ് വിത്ത് അസ്. വർക്കിലായാലും കൊലീഗ്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ദെൻ അവിടെയും ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കണം. സോ ദെൻ തെറാപ്പി വിൽ ഹെൽപ്പ് യു. നമ്മുടെ പേഴ്സണലിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ട്, അത് സോർട്ട് ഔട്ട് ആക്കണമെങ്കിൽ അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഏരിയാസിലും അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരാണ്ടും നമുക്ക് ഹെൽപ്പ്. അത് നമ്മളിപ്പം ക്രിങ്കിൽ ഡീൽ ചെയ്യുന്ന 4 ഏരിയാസിൽ ഇപ്പം സെൽഫിൽ ഇഷ്യൂ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പം അവരുടെ ബാക്ക് കോസ് ആയിരിക്കുന്നത് ചിലപ്പം വർക്കിലായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ പാരൻറ്റിങ്ങിനായിരിക്കും. സോ ദിസ് ഓൾ ആർ ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തെറപ്പി സീക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് ബെനിഫിറ്റ് നമ്മുടെ ഒരു ഏരിയയിലായിരിക്കില്ല, ബാക്കി എല്ലാ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ബാക്കി ഏരിയാസിലും നമുക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അടുത്തായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ തെറപ്പി അതായത് സിംഗിൾ സെഷൻ കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ കൺസേൺസ് സോൾവ് ആവുമോ, അല്ലെങ്കിൽ ഇതൊരു ലോങ് ടേം പ്രോസസ്സാണോ, അതെങ്ങനെയാണ്? ഓക്കെ, ഐ തിങ്ക് ഇത് ഇവിടെ കുറേ പേർക്കുള്ളൊരു ഇതാണ്, ഇങ്ങനെ പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു തെറാപ്പി എടുത്താൽ പോരെ ആ രീതിയിൽ. ഓക്കെ, വൺ ടൈം ഒരു സെഷൻ എടുക്കാം. അങ്ങനെ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ പല കൺസേൺസും ഒരു ഓവർ ദ ടൈം ബിൽഡ് ചെയ്തതാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ദിവസം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളായിരിക്കില്ല, ദാറ്റ്സ് ഓൾ ഇൻ്റർവൈൻഡ് ആണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു തെറാപ്പിക്ക് പോകുമ്പോൾ ഇറ്റ്സ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഓവർ വിത്തിൻ എ വൺ സെഷൻ ഓർ വിത്തിൻ വൺ ഡേ. നമ്മൾ ആ ഒരു ഓരോ കൺസേൺസും ഒന്നൊന്നായി ഡീൽ ചെയ്ത്
എന്താ പറയുക അതിനുള്ള ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ. സോ തെറാപ്പി ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നാണ്. അതെ. സോ ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്. Yeah. അടുത്തായിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്രിങ്സ് തെറാപ്പി ഡിഫേഴ്സ് ഫ്രം അതേഴ്സ്? എന്താണ് നമ്മുടെ ക്രിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? വൺ ഓഫ് ദി കോർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വി പ്രൊവൈഡ് പേഴ്സണലൈസ് മെൻറ്റർഷിപ്പ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ക്ലയൻറ്റിൻ്റെ നീഡ്സും അവരുടെ ഓരോ ഡിമാൻഡ്സും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സെഷൻസും പ്ലാൻ ചെയ്യണത്. അവരുടെ ഇപ്പം കൺസേൺസ് നോക്കി ഷോർട്ട് ടേം ഗോൾസ്, ലോങ് ടേം ഗോൾസ് ഒക്കെ അതേപോലെ ആയിരിക്കും നമ്മൾ എന്താ പറയുക പ്ലാൻ ചെയ്യുക. ക്രിങ്കിലാണെങ്കിലും വി യൂസ് എവിഡൻസ് ബേസ്ഡ് അപ്രോച്ചസ് ആണ്. ഇപ്പം എന്ന് വെച്ചാൽ വി യൂസ് ടെക്നിക്സ് ആൻഡ് ദാറ്റ്സ് ബീൻ ഓൾറെഡി റീസെർച്ച്ഡ്. അപ്പോൾ അത്രയും സ്റ്റഡീസ് നടത്തിയ ടെക്നിക്സും അസസ്മെൻറ്റ്സും ഒക്കെ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യണത്. സോ വി ആർ ഗോയിങ് വെരി സയൻസ് ബാക്ക്. ആ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ എന്താ പറയുക, വി ഹാവ് അമേസിങ് കൺസൾട്ടൻസ് ഹിയർ അറ്റ് ക്രിങ്. സോ എന്താ തെറാപ്പി എടുക്കുന്നതും ഇതുവരെ നമ്മൾ കണ്ട ക്ലയൻസ് ഒക്കെ എടുത്തവർക്കും they did feel a pretty huge difference after taking a couple of sessions with our consultants. So we have a great team at Kring. ഓക്കെ. അപ്പം ക്രിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞതിൽ കൺവീനിയൻ്റ് ആണ്, പിന്നെ ആക്സസിബിൾ ആണ്, എവിഡൻസ് ബേസ്ഡ് തെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തത്. അപ്പം അടുത്ത വീഡിയോ കാണാം.